തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. കേരള പോലീസ് അക്കാദമിയിൽ വൻ മോഷണം. അക്കാദമി ക്യാമ്പസിനുള്ളിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദന മരങ്ങൾ മോഷണം പോയി. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ് മോഷണം നടന്നത്. സൂരജ് സജിയുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, ഈ വലിയ വില ചന്ദനം എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇതെവിടെ നിന്നാണ് മോഷണം പോയതെന്നാണ് അതിലേറെ ഞെട്ടിപ്പിക്കുന്നത്. പോലീസ് അക്കാദമിയാണ്, അത്രയേറെ പോലീസുകാരുടെ ബാഹുല്യമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ 2 ചന്ദന മരങ്ങൾ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നത്. ഗൂഗിൾ, തീർച്ചയായും. അതായത് അതീവ സുരക്ഷിതമായിരിക്കേണ്ട പോലീസ് അക്കാദമിയുടെ ഈ വളപ്പിൽ നിന്നാണ് ഇപ്പോൾ ഈ ചന്ദനമരങ്ങൾ മോഷണം പോയിരിക്കുന്നത്. ഈ മരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചുകൊണ്ടു പോവുകയായിരുന്നു. ഈ ക്രിസ്മസ് അവധി ആയതുകൊണ്ട് തന്നെ ഈ അക്കാദമിയിൽ അധികമാരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് നാട്ടുകാരാണ് ഇത്തരത്തിൽ ഈ മരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയതായി സംശയം തോന്നുകയും അത് ഈ അക്കാദമി അധികൃതരോട് അറിയിക്കുകയും ചെയ്തു. അതിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മുറിച്ചു മാറ്റിയ നിലയിൽ ഈ മരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ വിയ്യൂർ പോലീസിന് പോലീസ് അക്കാദമി അധികൃതർ പരാതി നൽകുകയും കേസന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് അവധിക്കാലത്താണ് ഈ മരം മുറിച്ചതെന്നുള്ളതാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. ഈ മുറിച്ചവരെ കുറിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് അക്കാദമി വളപ്പിൽ ഒത്തിരി വിലപിടിപ്പുള്ള വർഷങ്ങൾ പഴക്കമുള്ള രാജമരങ്ങൾ നിരവധിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രത്യേക നോട്ടീസ് അടക്കം പോലീസ് അധികൃതർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക സംരക്ഷണം ഉറപ്പാക്കണം എന്നുള്ളതാണ് അക്കാദമി അധികൃതർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിയ്യൂർ പോലീസ് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, സൂരജ്, ഒരു കാര്യം കൂടി, നമ്മൾ ഈ നോവലിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഡബിൾ മോഹനെ പോലെയുള്ള വലിയ ധൈര്യശാലികളായ സാഹസികരായ മോഷ്ടാക്കളെ. അതുപോലെ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു സംഘമായിരിക്കും ഇതെന്ന് ഉറപ്പാണ്. കാരണം കാക്കിയുടെ കോട്ടയ്ക്കകത്ത് നിന്നാണ് ഈ രാജകീയ മരങ്ങൾ കടത്തിയിരിക്കുന്നത്. ഗൂഗിൾ, തീർച്ചയായും. കാരണം ഈ പോലീസിന്റെ നിരീക്ഷണം അടക്കം ഉള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ അതീവ സുരക്ഷിത ജയില് തുടങ്ങി നിരവധി ജയിലുകളടക്കം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ രാമവർമ്മപുരം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ മരങ്ങൾ മുറിച്ചുകൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയുള്ള ആളുകളായിരിക്കാം ഇത് നടത്തിയിട്ടുള്ളത്. ഒന്നെങ്കിൽ ഈ പ്രൊഫഷണൽ സംഘം, അല്ലെങ്കിൽ ഈ പ്രാദേശികമായി ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളയാൾ. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പ്രധാനമായും ഈ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതിലൂടെ പോയ വാഹനങ്ങളുടെ ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. എന്തായാലും സേനയെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് വിയ്യൂരിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാനും കഴിയും. ഗൂഗിൾ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.